ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി പറഞ്ഞ രാജ്യാന്തര വിഗ്രഹ കടത്തുകാരൻ സുഭാഷ് കപൂർ ആരാണ്? അയാളുടെ മോഡസ് ഓപ്പറാൻഡി എന്താണ്? അജയ് കുഞ്ഞുമോൻ വിശദീകരിക്കും. ധന്യ, ഗുഡ് ഈവനിങ്. ഇന്ന് ഹൈക്കോടതി പരാമർശം നടത്തിയ ആ രാജ്യാന്തര ആയുധ കടത്തുകാരൻ അല്ലെങ്കിൽ വിഗ്രഹ കടത്തുകാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സുഭാഷ് കപൂർ ആരാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സുഭാഷ് കപൂർ ഒരു അമേരിക്കൻ പൗരനാണ് എന്നുള്ളതാണ് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത്. ഇയാളുടെ രീതി പുരാവസ്തു ഉൽപ്പന്നങ്ങളുടെ പുരാതനമായിട്ടുള്ള വസ്തുക്കളുടെ വിൽപ്പനയാണ് പ്രധാനമായും ഇയാൾ നടത്തുന്നത്. അത് അമേരിക്കയിലാണ് ഇയാളുടെ മ്യൂസിയവും ഒപ്പം തന്നെ അമേരിക്കയിൽ അനുബന്ധമായിട്ടുള്ള ബിസിനസ് പ്രവർത്തനവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ആർട്ട് ഓഫ് ദ പാസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്, ആ സ്ഥാപനത്തിൻ്റെ പേര് ആർട്ട് ഓഫ് ദ പാസ്റ്റ്. നമുക്കറിയാം, ചരിത്രത്തിലേക്ക് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കുന്ന തരത്തിൽ ആ പേരിനെ അനവർത്ഥം ചെയ്യുന്ന തലത്തിലാണ് ആ പേര് കൊണ്ട് വ്യാഖ്യാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്യാലറിയിൽ ആ പേര് നൽകിയിരിക്കുന്നു. ഈ ഗ്യാലറിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുരാതനമായ വിഗ്രഹങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൽ പലതരത്തിലുള്ള വൈവിധ്യമാർന്ന വിഗ്രഹങ്ങളുണ്ട്. അതിൽ ക്രിസ്ത്യാനിറ്റി ഒപ്പം തന്നെ ഹിന്ദുസം അടക്കമുള്ള മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മതാടിസ്ഥാനത്തിലുള്ള വിഗ്രഹങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കൻ പൗരനാണ്. പുരാവസ്തുക്കളുടെ വിൽപ്പനയാണ് അയാളുടെ ജോലി. 13 രാജ്യങ്ങളിൽ പുരാവസ്തുക്കൾ ഇയാൾ മോഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമ്മൾ 2011 പ്രേക്ഷകരെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. 2011 ഒക്ടോബർ മാസം 30 ജർമ്മൻ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയാണ്. ജർമ്മൻ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ, ഈ സുഭാഷ് കപൂറിനെ അറസ്റ്റ് ചെയ്യാൻ കാരണമുണ്ട്. 13 രാജ്യങ്ങളിൽ നിന്നും വിഖ്യാതമായിട്ടുള്ള പുരാതനമായിട്ടുള്ള പുരാവസ്തുക്കൾ, അതായത് വിഗ്രഹങ്ങൾ ഇയാൾ മോഷ്ടിച്ചു. അന്ന് 2012, അതായത് 2011 ഒക്ടോബർ 30 അറസ്റ്റ് ചെയ്യുന്ന സുഭാഷ് കപൂറിനെ 2012 ഇയാൾ തമിഴ്നാട് പോലീസിന് കൈമാറുകയാണ്. 2012 ജൂലൈയിൽ തമിഴ്നാട് പോലീസിനെ കൈമാറുകയാണ്. അതിന് കാരണം 2000-ൽ, അതായത് 2000 വർഷത്തിൽ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ ഇയാൾ മോഷണം നടത്തി. വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് മോഷണം നടത്തുകയും അവിടെ നിന്നും വലിയ രീതിയിൽ ഇയാൾ വിഗ്രഹം കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായത്. അങ്ങനെയാണ് 2012 ജൂലൈ മാസം ഇയാളെ തമിഴ്നാട് പോലീസിന് ജർമ്മൻ പോലീസ് കൈമാറുകയും തമിഴ്നാട്ടിൽ കൊണ്ടുവരികയും പിന്നെ ശിക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു കഥ എങ്ങനെയാണ്? അതായത് ഈ അരയനെല്ലൂർ വിഗ്രഹ മോഷണ കേസിൽ ഇയാൾക്കൊപ്പം 5 പ്രതികൾ ഉണ്ടായിരുന്നു. ഈ 5 പ്രതികളും എന്ന് പറയുന്നത് ഈ അരയനെല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ശാന്തിമാരും ആ ദേവസ്വവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമായിരുന്നു ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നത്. 94 കോടി രൂപ വിലമതിക്കുന്ന 94 കോടി ഇന്ത്യൻ രൂപ വിലമതിക്കുന്ന വിഗ്രഹമാണ് ഇയാൾ ഇവിടെ നിന്നും കടത്തിയത്. ഇയാളുടെ ഒരു വിഗ്രഹ കടത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതായത് മോഷണ രീതി ഇങ്ങനെയാണ്. ഇയാൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം, ചരിത്രത്തോട് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളെ, ചരിത്ര ഗവേഷകരെ, ഒപ്പം തന്നെ ചരിത്ര പണ്ഡിതരെയൊക്കെ ഇയാളുടെ കൈവശം, ഇയാൾക്ക് അത്ര ആത്മബന്ധമുണ്ട്, അവരുമായി സൗഹൃദമുണ്ട്. ചില ഉദ്യോഗസ്ഥരെ പോലും ഇയാൾ, അതായത് ഈ ചരിത്ര മ്യൂസിയത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ പോലും ഇയാൾ വിലക്കെടുത്തിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇയാളെ പറ്റി പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകളിൽ വിവരശേഖരണം നടത്തി എവിടെയൊക്കെയാണോ പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളുള്ളത്, പുരാതനമായ വിഗ്രഹങ്ങൾ എവിടെയൊക്കെയാണുള്ളത്, അവിടേക്ക് പോവുകയാണ് ഇയാളുടെ പതിവ്. അങ്ങനെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വിഗ്രഹം ഇയാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കൈക്കലാക്കും എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കുന്നത്. അയാൾ ഒരു വിഗ്രഹത്തെ നോട്ടമിട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിന്നും അടിച്ചു മാറ്റുക എന്നുള്ളതാണ് ഇയാളുടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന് അയാൾ ചെയ്യുന്നത് ക്ഷേത്ര ശാന്തിമാർക്കോ ജീവനക്കാർക്കോ കൈക്കൂലി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. അതിനുശേഷം ചെയ്യുന്നത്, കൈക്കൂലി കൊടുത്തതിന് ശേഷം ചെയ്യുന്നത്, വിഗ്രഹത്തിൻ്റെ പകർപ്പ് തയ്യാറാക്കിക്കൊണ്ട് കൊടുക്കും. അതായത് പുരാതനമായിട്ടുള്ള വിഗ്രഹങ്ങളാണെങ്കിൽ ആ വിഗ്രഹത്തിൻ്റെ തനി പകർപ്പ്, ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഈ ശാന്തിമാർക്കോ അല്ലെങ്കിൽ ക്ഷേത്രം ജീവനക്കാർക്കോ തയ്യാറാക്കി കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. അതിനുശേഷം ചെയ്യുന്നത്, ഈ പുരാതന ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ ആർക്കിയോളജിയുമായി ബന്ധപ്പെട്ടുള്ള, നമുക്കറിയാം ഈ സ്ഥാപനങ്ങളിലൊക്കെ പലപ്പോഴും രാത്രിയിൽ ആർക്കും പ്രവേശനമില്ല. അപ്പോൾ ഇയാൾ ഏറ്റവും മോഷണത്തിന് ഈ ഡ്യൂപ്ലിക്കേറ്റ് മാറ്റി സ്ഥാപിക്കുന്നത് രാത്രിയിലാണ്. രാത്രിയിൽ ഒറിജിനൽ വിഗ്രഹം
മാറ്റി പകർപ്പ് അവിടെ സ്ഥാപിക്കുകയും ചെയ്യും. ജീവനക്കാർ ഇതിന് സപ്പോസ് തയ്യാറായിട്ടില്ല എങ്കിൽ വലിയ തുക കൊടുത്ത് ഈ ജീവനക്കാരെ ഇയാൾ ജീവനക്കാരെ കൈക്കലാക്കി അവർക്ക് വേണ്ടത്ര പണം നൽകി ആ വിഗ്രഹം അവിടെ എടുക്കുകയും ചെയ്യുന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇന്ത്യയിൽ നിന്നും പുരാതനമായ, അതായത് ഇന്ത്യയിൽ നിന്നും ഇയാൾ ഏറ്റവും കൂടുതൽ മോഷ്ടിച്ചത് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ നിന്നും ഇയാൾ വിഗ്രഹം എങ്ങനെയാണ് ഇന്ത്യക്ക് പുറത്ത് കടത്തുന്നത് എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്നും പുരാവസ്തുക്കൾ നേപ്പാൾ അതിർത്തി വഴി പുറത്തേക്ക് എത്തിക്കുന്നു. നേപ്പാളിൽ നിന്നും അത് UK വഴി അമേരിക്കയിലേക്കുമാണ് ഇയാൾ കടത്തുന്നത്. അങ്ങനെയാണ് 2016 ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ജർമ്മൻ പോലീസ് തമിഴ്നാട് പോലീസിന് ഇയാളെ കൈമാറുന്നു. പിന്നെ 2011 മുതൽ വിചാരണയാണ്. 2016 ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നു. പിന്നീട് 10 വർഷത്തിന് തടവിന് ശിക്ഷ വിധിക്കുന്നു. ഇപ്പോൾ തൃച്ചിയിലുള്ള ജയിലിലാണ് ഇപ്പോഴും ഇയാൾ കഴിയുന്നത്. അങ്ങനെ മോഡസ് ഓഫ് ബ്രാൻഡി എന്ന ഹൈക്കോടതി ഇന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഇയാളുടെ ഒരു മോഷണ രീതി, അതായത് ഒരു വിഗ്രഹത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കൈക്കലാക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മോഷണ രീതി ഇങ്ങനെയാണ്. വലിയ രീതിയിൽ പ്ലാനുകൾ നടത്തി ആ വിഗ്രഹം, പുരാതനമായ വിഗ്രഹം അവിടെ നിന്ന് കടത്തുകയാണ് ഇയാളുടെ രീതി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇയാളുടെ അമേരിക്കയിലെ മ്യൂസിയത്തിൽ നിന്നും അയാളുടെ ആ ഷോപ്പിൽ നിന്നും കോടിക്കണക്കിന് ഡോളർ വില മതിക്കുന്ന പുരാവസ്തു രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ തലത്തിൽ ഒരു കുപ്രസിദ്ധി നേടിയ ആളാണ് ഇയാൾ.